നമുക്ക് അവിടെ എല്ലാ പ്രേക്ഷകർക്കും ഓണവെള്ളിയിലേക്ക് സ്വാഗതം. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, ഇവര് വളരെ ഡിസ്കഷനിലൊക്കെയാണ്. ബിക്കോസ് അവരുടെ പുതിയ മൂവിയുടെ പ്രൊമോഷനും കൂടെ ചേർന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവരെ ഒന്നും നിങ്ങളോട് ആരാന്ന് പറയേണ്ട കാര്യമില്ല. UAE-യിലുള്ള എല്ലാവർക്കും അറിയാം രേഷ് രാജ് ഫിലിംസിന്റെ ആളാരെന്നുള്ളത്. രാജൻ വർക്കില ചേട്ടനാണ് അവിടെ ഇരിക്കുന്നത്. ചേട്ടൻ ഇവിടെയുള്ള എല്ലാ സിനിമക്കാർക്കും അറിയപ്പെടുന്ന ഒരു മുഖമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ എത്തിയിട്ടുണ്ട്, അഷ്റഫ് പിലാക്കൽ, സിനിമ നടനും കൂടെയാണ്. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരാളല്ല, നമ്മുടെ സ്വന്തം ഇടുക്കിയാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ UBLന്റെ കൂടെയാണ് ഇന്ന് തിരുവോണത്തിന് ഇവിടെ എത്തിയിരിക്കുന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ പറ്റിയതിൽ എനിക്കും സന്തോഷം. അപ്പോ ഹാപ്പി ഓണം. അപ്പൊ നമുക്ക് ജാഫർക്ക് തന്നെ ഒരു ഹാപ്പി ഇതും പറഞ്ഞോട്ടെ. പറഞ്ഞു ഒരു ഹാപ്പി പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മളായിട്ട് പറയുന്നില്ല. നബിദിനാശംസകളോടെ കിടന്നോട്ടെ. നബിദിനാശംസകൾ എന്തുവാ? ഹാപ്പി ഓണത്തിന്റെ കൂടെ തന്നെ ഇന്ന് നബിദിനല്ലേ? കണ്ടോ? അപ്പൊ ഞാൻ തെറ്റിച്ചാലും എനിക്ക് പറഞ്ഞു അതെ നബിദിന ആശംസകളും കൂടെ പറയാണ്. അപ്പൊ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ UBL പ്രേക്ഷകർക്ക് ഒരു തിരുവോണ ആശംസകൾ നമുക്ക് ആദ്യം തുടങ്ങാം. എന്താണ് തിരുവോണത്തിന് ഞങ്ങളുടെ UAE-യിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ വന്നിട്ട് സമയവും സന്ദർഭവും ഉണ്ടാക്കി നമ്മൾ കേരളത്തിൽ വന്നിട്ട് ആ തനിമയോടുകൂടി നമ്മുടെ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും പറ്റിയല്ല, എല്ലാവർക്കും ഒന്നും അവധിയൊന്നും കിട്ടുകയില്ല. അപ്പം മാക്സിമം ഒരു കാര്യം ചെയ്യുക, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഇവിടെ ആക്കാൻ ശ്രമിക്കുക. പിന്നെ എന്തിൻ്റെ ആഘോഷം നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും ശാന്തിയും സമാധാനമാണുള്ളൂ. അത് കേരളീയര് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതിൽ ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഒന്നിട്ട് കൂട്ടിക്കൊണ്ടില്ല, അല്ലേ? ഓണം എല്ലാവർക്കും ഉള്ള അത് കേരളത്തിലുള്ള ഒരു ഉത്സവം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക കുട്ടൻ ഷിനിഗാമി ടീമിൻ്റെ എല്ലാവരുടെയും ഒരു ഓണാശംസ അറിയിക്കും. താങ്ക് യു. അപ്പൊ പേരിപ്പോ പറഞ്ഞു, ഏത് പടത്തിന്റെ ആണെന്നുള്ളത് ജാഫ്രിക്കയുടെ വായിന്ന് തന്നെ വന്നു. കുട്ടന്റെ ഷിനിഗാമി എന്നാണ് പുതിയ പടത്തിന്റെ പേര്. ഞാനിപ്പോ വന്നപ്പോഴേ ചോദിച്ചു, എന്താണ് ഈ കുട്ടന്റെ ഷിനിഗാമി? നിങ്ങൾക്കും തോന്നുന്ന പോലെ അതേ സംശയം എനിക്കും ഉണ്ട്. അപ്പൊ എന്താണ് കുട്ടന്റെ ഷിനിഗാമി? നിങ്ങളിൽ എല്ലാവരും അതിനകത്ത് എനിക്ക് പറഞ്ഞു തരണം, എന്താണ് കുട്ടന്റെ ഷിനിഗാമി? അവിടെയാണ് അത് ഞങ്ങളിപ്പോ പൊട്ടിച്ചു കഴിഞ്ഞാൽ പോയില്ല. എന്നാലും എന്താ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഇട്ട് കൊടുത്തിരിക്കുകയാണോ? ഞാനൊന്ന് ചോദിച്ചോ? അയ്യോ, സീക്രട്ട് ചോദിക്കുന്നു ലൈവിൽ. ചെറിയൊരു ക്ലൂ തരാം അല്ലേ? കുട്ടന്റെ, എന്റെ, അതായത് കുട്ടൻ ഞാൻ, എന്റെ ഷിനിഗാമി, കുട്ടന്റെ ഷിനിഗാമി. അയ്യോ കുട്ടന്റെ ഷിനിഗാമി, എന്റെ ഷിനിഗാമി. ഇത് ഷിനിഗാമി എന്താ? ഷിനിഗാമി ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ചു നോക്ക്. ഷിനിഗാമി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഭാഷയിൽ കാലൻ എന്നാണ് അർത്ഥം. കാലൻ. അതാണല്ലേ? അപ്പൊ കുട്ടന്റെ കാലൻ. അതാണ് ഈ പടം. ഇപ്പൊ ജപ്പാൻ വരെയൊക്കെ നമ്മൾ അത് ആലോചിച്ചു. ജപ്പാനിൽ കടന്ന് ചിന്തിക്കാൻ നോക്കി, പക്ഷെ അവിടെ വരെ പോയപ്പോഴത്തേക്കും പൈസയൊക്കെ തീർന്നു. അവിടെ വെച്ചുള്ളൊരു ഭാഷയാണ്. ഞങ്ങളിപ്പോ അമേരിക്കയിൽ നിങ്ങൾ പോകാറുണ്ടെങ്കിൽ വേറെ പേരായനെ അവിടെ വരെ എത്തിയപ്പോൾ ഷിനിഗാമി. എന്തായാലും ഒരു വ്യത്യസ്തമായ പേരാണ്. അപ്പൊ ഉറപ്പായിട്ടും ഒരു അടിപൊളി പടമായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ പ്രൊഡ്യൂസറിന് എന്താ പറയാനുള്ളത്? കുട്ടന്റെ ഷിനിഗാമിയിൽ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. പൈസ മേടിച്ചോളൂ കുട്ടന്റെ ഷിനിഗാമി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് കൂടി ചോദിക്കട്ടെ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷം പുള്ളിയുടെ ഫ്രണ്ടായിട്ട്. ഒന്നുമില്ല, കുഴപ്പമില്ല, നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് റഷീദ് പാറക്കലാണ് കഥ, തിരക്കഥ, സംഭാഷണം, ഇതിലത്തെ സോങ് ഒക്കെ പുള്ളിയാണ്. റഷീദ് പാറക്കലാണ് ഡയറക്ടർ. ക്യാമറ ഷിഹാബ് ഓങ്ങല്ലൂരാണ്. മ്യൂസിക് അർജുൻ വി അക്ഷയ്. മേക്കപ്പ് ഷിജി താനൂര്. പ്രൊഡക്ഷൻ കൺട്രോളർ PC മുഹമ്മദ്. അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ളൊരു ഇതാണ്. കുഴപ്പമില്ല, നന്നായി വന്നത്. തികച്ചും ഹ്യൂമർ ആൻഡ് ഫാമിലി ഒരു ഇതാണ് ഈ ഓണത്തിന്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ആണോ? ഞാൻ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതായി അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് മൂവി. പണ്ട് വെയിറ്റിംഗ് ആണ്. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ അത് പടം കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ.
അല്ല അത് കാരണം അത് നമ്മൾ പറയരുത്, അതാണ് അത് പറഞ്ഞാൽ പോയില്ലേ. പോയി ശരിയാ ശരിയാ. അപ്പൊ ആ പടം കാണുമ്പോ അറിയാം ഇത് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഉണ്ടോ, കോമഡിയാണോ ട്രാജഡിയാണോ, എല്ലാം മൊത്തത്തിലൊരു കോമഡി ടൈപ്പിൽ പോകണമെങ്കിലും എല്ലാ വകയും പടത്തിലും. എന്താണെങ്കിലും ജാഫ്രിക്ക നല്ല ബുദ്ധിപരമായിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണോ എന്തായിരിക്കും ആ പടം കേട്ടോ. അല്ല, ഇവര് രണ്ടുപേരും ആവുമ്പോ തന്നെ നമുക്ക് ഇന്ദ്രൻ സേട്ടനും ജാഫറും കൂടി ഒരുമിച്ച് നിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അയ്യോ അത് ഒരു രക്ഷയില്ല. സെറ്റിലാണെങ്കിലും ഇനി മൂവിയിലാണെങ്കിലും രണ്ടും ടൈപ്പ് ഭയങ്കര രസമായിരുന്നു. 10-25 ദിവസത്തെ വർക്ക് വളരെ അടിച്ചു പൊളിച്ച് പോയി, നല്ല വർക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഞങ്ങൾക്കും എന്റെ 5ാമത്തെ മൂവി. പിന്നെ അവര് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് ചോദിച്ചപ്പം പറഞ്ഞില്ല പിന്നെ അയ്യോ എന്നൊക്കെ പറയില്ല. അതെന്നാന്നറിയോ ആ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദ്രൻ സേട്ടൻ കസേരയിൽ ഇരിക്കൂല, ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ അങ്ങേരിരിക്കാത്തതുകൊണ്ട് ഒരു പരിധി വരെ ഇപ്പോഴും ഞാനും ഈ ഇങ്ങേരെ കണ്ടുകൊണ്ട് ഞാനും ഒരിടത്തും ഇരിക്കാതെ അത് ഇങ്ങേരി ഇരുന്നാലേ ഉള്ളൂ എനിക്കിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കുകയല്ല, അതിൻ്റെ കുറേ കസേരയായിട്ട് പിള്ളേർ കിടക്കുന്നതായിട്ട് അനിയ വേണ്ട അനിയ ഞാൻ ഇരിക്കത്തില്ല പൊക്കോ. പുള്ളിയുടെ കൂടെ കസേര ആരെങ്കിലും പുതിയതായിട്ട് ഇതാ കസേര കൊണ്ട് കൊടുക്കുമെന്ന് ഇങ്ങനെ നിൽക്കുള്ളൂ വർത്താനം പറഞ്ഞോണ്ട്. അതല്ല അത് ഞങ്ങൾ നമുക്കൊക്കെ ഒരു പാഠമല്ലേ. പിന്നെ അങ്ങനെയൊക്കെ അദ്ദേഹം നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യേണ്ട ആള്. അപ്പൊ അദ്ദേഹത്തിന് കസേര കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അനിയ വേണ്ട അനിയ ഞാൻ എവിടെയെങ്കിലും ഇരുന്നോളാം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു രസകരമായിട്ടായിരുന്നു ആ ലൊക്കേഷൻ. പിന്നെ അപ്പൊ അത് എൻജോയ് ചെയ്തു. രാജൻ ചേട്ടനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങളുടെ എവിടെ ഞങ്ങളുടെ സിനിമയുടെ ദുബായിയുടെ കാര്യം ഉണ്ടെങ്കിലും രാജൻ ചേട്ടൻ ഒരു പ്രത്യേക ലുക്കിലും അല്ലേ വരുന്നത്, ഒരു ഡിഫറെന്റ് ലുക്കാണ്. ഇത് എങ്ങനെയാണ് ഈ ലുക്കിലേക്ക് ഒരാളും കൂടി ഒരു ലുക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും രാജൻ ചേട്ടൻ ഇങ്ങനെയാട്ടോ. എനിക്ക് അത്ര ഇല്ല. ഇത് ഒരു വളവും ചെയ്യുന്നില്ല. നിങ്ങൾ ഷാമ്പു അതൊക്കെ എല്ലാം ചെയ്യും ഒക്കെ ചെയ്യും, കറ്റാർവാഴ കൊണ്ടൊക്കെ ഉണ്ടായി. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചുമ്മാ പല കൊണ്ട് എന്താ കഥ. രാജൻ ചേട്ടാ എന്തൊക്കെ കേൾക്കണം അല്ലേ, പറഞ്ഞോളൂ. പറയട്ടെ, ഇടയ്ക്ക് അപ്പൊ വല്ലപ്പോഴൊക്കെ വീണ് കിട്ടുന്നല്ലേ പറയട്ടെ. അപ്പൊ അടുത്ത കൊല്ലം രാജിന്ന് പേരിട്ടുണ്ട്, നല്ല രസമായിട്ട് ഇങ്ങനെ വരും. ഇനി അദ്ദേഹം നല്ല ഞാൻ കണ്ട് പരിചയപ്പെട്ട കാലം മുതൽ അത് നല്ല ഒരു എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഒക്കെ കൂടെപ്പെടുത്താൻ പറ്റിയ നല്ല ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ അദ്ദേഹമാണ് എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അസർപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നിവിൻ പോളിയുടെ പടം ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെടണം അദ്ദേഹത്തിന്. അതിന് മുമ്പേ ഞങ്ങൾക്ക് കണ്ടിട്ടുള്ളതൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിനകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്യുന്നു, മാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു. അതാണ്. അതെ. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഈ സിനിമ വരുന്നു, എന്തൊക്കെയാണ് പ്രതീക്ഷ? നമസ്കാരം, എല്ലാവർക്കും ഓണാഘോഷം നബിദിന ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിനിഗാമിയുടെ കുട്ടൻ്റെ ഷിനിഗാമി എന്നുള്ള പടത്തിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ ഓണാഘോഷത്തിൻ്റെ നിറവിൽ UBL TV-യിൽ. അപ്പോൾ UBL TV-യിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു, ഒപ്പം നബിദിന ആശംസകൾ. നമ്മുടെ ഈ മൂവി 20-ാം തീയതിയാണ് റിലീസ്. ഈ വരുന്ന വെള്ളിയാഴ്ച നാട്ടിനോടൊപ്പം തന്നെ ഗൾഫ് കൺട്രീസിലും റിലീസാണ്. GCC മൊത്തമായി റിലീസ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങളുടെ കമ്പനി രേഷ്രാജ് ഫിലിമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഓണം വരുന്നതായിട്ട് ഈ ഓണത്തിന് തരണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഒരുപാട് പടങ്ങളുണ്ട് ഓണത്തിന് ഇപ്പോൾ റിലീസ് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടിടണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം എല്ലാ പടവും കൂടെ ആൾക്കാർ കാണാൻ പറ്റണ്ടേ, സമയം വേണമല്ലോ. അപ്പം ആ ഓണസദ്യയൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ഒരു റിലാക്സേഷൻ പോയിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ് കുട്ടൻ്റെ ഷിനിഗാമി. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഏതൊരു പ്രേക്ഷകനും കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് കോമഡി ഉണ്ട്, അതേപോലെ കുറച്ച് സങ്കടപ്പെട്ടൊക്കെ ഈ സെൻറ്റിമെൻറ്റ്സ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് അതിനകത്തുണ്ട്, ചിന്തിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ചിന്തിക്കണമെന്നുള്ളവർക്ക് അതുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കുറച്ച് കൂടുതലുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആണെന്നെങ്കിൽ ആ ഒരു ത്രില്ലറിലിരുന്ന് കാണുന്നവർക്ക് ആ ഒരു ത്രില്ലറും അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സസ്പെൻസ് നിറഞ്ഞൊരു സംഭവം എല്ലാം കൂടെ അതിനകത്ത് കുറച്ചുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടുകാരുന്ന ഒരു ഓണസദ്യയാണ് നമ്മൾ ഈ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറയുന്നത്. അപ്പോൾ അഷ്റഫ് പ്രൊഡ്യൂസ് ചെയ്ത 5ാമത്തെ പടം ഗംഭീര ഒരു പടമാണ്. ഞാൻ പടം കണ്ടതുകൊണ്ട് കൂടിയാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്.
കാരണം ഞാൻ സെൻസർ കണ്ടതാണ്. അപ്പോൾ നമ്മൾ UAE സെൻസറിൽ ഇരുന്ന് ഫുള്ള് പടം കണ്ട. അപ്പോൾ പടം എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നില്ല, ഞാൻ പടം കണ്ടതുകൊണ്ട് ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണം, ഗംഭീര പടം, എല്ലാവർക്കും കാണാം, ആരും മോശം പറയാത്തൊരു ചിത്രമാണിത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു നല്ലതെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് പടം കണ്ട് സെൻസർ കഴിഞ്ഞാൽ വന്ന് പറഞ്ഞു ഞങ്ങള് ശരിക്കുള്ള അഭിപ്രായം സത്യസന്ധമായിട്ട് അപ്പൊ എനിക്ക് എന്റെ അറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, എന്താണ് പ്രൊഡ്യൂസർ നന്നായിട്ടുണ്ട്. വാസു എന്നുള്ളൊരു ക്യാരക്ടറാണ് പ്രൊഡ്യൂസർ ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല, കുറെ നാളായിട്ട്. പിന്നെ സിനിമ തുടങ്ങിയപ്പോ നല്ലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മമ്മൂക്കയുടെ കൂടെയൊക്കെ വേഷം അങ്ങനെയുള്ള മൂവികളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ അന്ന് ചെയ്തിരുന്നു. എന്നിട്ട് 2010 ആണ് പുള്ളി സ്വന്തമായിട്ട്, അന്ന് ഹീറോ ആണ് അതിനകത്ത്, ഡബിൾ റോളാ ചെയ്യുന്നത് അതിനകത്ത്, ഭഗവതിപുരം എന്ന് പറഞ്ഞ പടം. അത് പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളി തന്നെയാണ് ഒരു നായകൻ. ഗംഭീര ഇതായിരുന്നു. നമ്മളിവിടെ അന്ന് 30 ഉണ്ട്, ആ 35mm ഫിലിമാണ്. നിങ്ങൾ തമ്മിലുള്ള കുറെ നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. അത് ശരി. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ പുള്ളി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിന്റെ ഇടയിൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട്, ചെറിയ പഴയ പരിചയമൊക്കെ വെച്ച് ചെന്നിട്ട് കിട്ടിയതാണ്. അതെ. അപ്പൊ ഓണം ഒക്കെ അല്ലേ, ഇപ്പൊ നിങ്ങളും ഒക്കെ നാട്ടിലും ആദ്യമായിട്ടാണോ ദുബായിൽ ഓണത്തിന് വരുന്നത്, അത് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ? ദുബായിലൊക്കെ ആയിരിക്കും മിക്കവാറും ഓണം. ആദ്യമായിട്ടായിരിക്കും നാട്ടിൽ ഓണം കൂടുന്നത് കഴിഞ്ഞ കൊല്ലം. എന്റെ ഉമ്മ മരിച്ച് പോയി 2 കൊല്ലം, അന്നേരം അവിടെ ഉണ്ടായി. ഈ ഓണം വരുമ്പോൾ 2 കൊല്ലം മിക്കവാറും ഒക്കെ അന്യ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പിന്നെ എന്നാൽ കേരളത്തിലാണെങ്കിലും തന്നെ നമ്മുടെ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് സ്റ്റേജിലും കാര്യങ്ങളൊക്കെ, ഉച്ചയൂണിൻ്റെ സമയമൊക്കെ നേരെ വണ്ടിയൊക്കെ ഇരുന്ന് പോവല്ലേ. അപ്പം ഓണമൊന്നും കലാകാരന്മാരുടെ ഇടയിലെ ഓണം ഒത്തിരി അവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഈ ഓണമായിട്ട് ജാഫർക്ക് ഒരു പാട്ട് പാടുന്നു. ഒരു പാട്ടിനകത്ത് ഇന്ന് മൊത്തം വരുന്ന പാടിയേക്കാം. ഒരു പാട്ട് ഞങ്ങൾ UBL പ്രേക്ഷകർക്ക് വേണ്ടി ഒറ്റ പാട്ട് മതി. ഏത് പാട്ട് വേണം? ഈ ഇഷ്ടമുള്ള പാട്ട്. അപ്പൊ ഇതിനകത്തെ പാട്ട് മതി. പാട്ടിക്കോ. അപ്പൊ ഇത് അതിനകത്തെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മൊത്തത്തിൽ ഞാൻ ആ പാട്ട് പാടിയേക്കുന്നത്. അപ്പൊ ആ പാട്ടിനകത്ത് അത് വിഷ്വല് പാട്ടിറങ്ങി അതിനകത്ത് ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു കോറസ് പാട്ടാണ്. അപ്പൊ അത് അങ്ങനെ ഇരുന്ന് പാടുമ്പോഴത്തേക്കും ഒരു 4 ലൈൻ അങ്ങ് പാടാം. അതായത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം 5 പടം, 5ാമത്തെ പടം ഇത്. 4 പടവും ചെയ്തതിലും കുറച്ചുകൂടെ പൈസ ഒക്കെ ഇച്ചിരി കുറച്ചുകൂടി ഇട്ട് കുറച്ച് വൃത്തിമനയും കൂടെ ആക്കിയാണ് ഈ പടം. ഈ പടത്തിൻ്റെ ഇത് കാര്യങ്ങൾ റിലീസായിട്ടില്ല. അതിൻ്റെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഇച്ചിരി പൊക്കത്തിലുള്ള കുറച്ച് നല്ലൊരു കുറച്ചുകൂടെ കാശൊക്കെ മുടക്കി കുറച്ച് ആക്ട്രേഴ്സിനെയൊക്കെ മാറ്റി കുറച്ചൊക്കെ ഒക്കെ വെച്ചോണ്ടൊരു സംഭവത്തിലേക്ക് പുള്ളി കടക്കുകയാണ്. അത് ഏതാണ്ട് ഡിസംബറിൽ ഷൂട്ട് തുടങ്ങും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ കയറി വരും. അങ്ങനെ വരട്ടെ എന്ന് ഞങ്ങള് ഈ ഒരു തിരുവോണ ദിവസത്തിൽ ആശംസിക്കും കൂടെയാണ്. ജാഫ്രിക്ക, അപ്പൊ പാട്ട് ഈ കുട്ടൻ്റെ ശരിയാമിലെ പാട്ട് തന്നെ ഞാനാ പാടിയേക്കണം. അപ്പം റിലീസായല്ലോ. താനാനാനേ താനാനാനേ തന്നാനേ താനാനാനേ താനാനാനേ തന്നാനേ. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. അയ്യോ ഒന്നും പറഞ്ഞേ. അല്ല എനിക്ക് പഠിത്തരാം. അങ്ങനെ എന്താ പറയുക, സ്റ്റുഡിയോയിലൊക്കെ നോക്കി പാടുന്നല്ലേ. ഒന്നുകൂടെ പാടാം. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ, കാട്ടുമാവിന്നെ നിറഞ്ഞോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ. താനാനാനേ താനാനാനേ തന്നാനേ താനാനാനേ താനാനാനേ തന്നാനേ. എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കുവാൻ പറ്റാത്തോരല്ലേ നമ്മള്, ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതി കൂട്ടമല്ലേ. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. അത്രയും മതി.
അപ്പൊ ഇത് റെക്കോർഡിങ്ങിൽ കേട്ടാലോ അടിപൊളി. ശ്വാസം നിന്ന് പോയി. അതല്ലല്ലോ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇനി ഇപ്പൊ കൂട്ടുകാർക്ക് ഒത്തുകൂടുമ്പോ പാടാൻ പറ്റിയ ഒരു പാട്ട്. അയ്യോ എന്ത് രസം വിഷുവിന് പാട്ട് പടം അടിപൊളി. കാരണം ഈ ആൾക്കാരൊക്കെ കൂടുമ്പോ ചില പാട്ടുകൾ നമ്മൾ എപ്പോഴും പാടുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലേക്ക് നീ ഇപ്പോ ഒരു പാട്ടും കൂടെ എത്തിയിരിക്കുകയാണ്. അതും ജാഫ്രിക്കയുടെ വോയിസിൽ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അല്ല ജാഫ്രിക്കയുടെ വൈഫിന്റെ പേരെന്താ ജാഫ്രിക്ക? അതാണ് സർപ്രൈസ്. ഞാനിപ്പോ അങ്ങ് പറയാറില്ല. എന്നറിയോ, ഞാൻ പെട്ടെന്ന് പറയാറില്ല. ഞാൻ വിളിക്കുന്ന പേരാ, ഞങ്ങളെ വീട്ടില് വിളിക്കുന്ന മൊത്തത്തിലുള്ള പേരാ ചിലപ്പോ സിമീന. എന്നറിയോ, ഇത് കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും മോളും മോനും ഒക്കെ ഒന്ന് വിളിച്ച് തോണ്ടും എന്നെ. ഉമ്മച്ചീനെ എന്തോ ഒരു സംഭവത്തിൽ പിടിച്ചോണ്ട് പോകാൻ പോവാ, സിമിയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ. വലിയ തീവ്രവാദികളുടെ എന്തോ സംഭവത്തിൽ സിമി SIMI. പക്ഷെ ഒറിജിനൽ പേര് ആരിഫ എന്നാ. അവളെ ഞാൻ കാണുമ്പോ സിമിയാ സിമി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ ആരിഫായെന്നറിയാം സത്യം. സിമി അങ്ങനെയാണ്. ഇന്ന് നാട്ടിൽ വിളിച്ച എല്ലാ കൂട്ടുകാരോടൊക്കെ ഓണം വിഷസ് പറഞ്ഞോ അതോ വാട്സാപ്പിൽ അയച്ചോ? ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ഒന്നും നടന്നില്ല. ഇത് ഇന്നലെ അവിടെ നിന്ന് പോന്നപ്പോ അഡ്വാൻസ്ഡ് ഓണം കിട്ടും. അതായിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് ഒരു കാർഡും എടുത്തു തന്നില്ല, ഒന്നും എടുത്തു തന്നില്ല. എൻ്റെ ഫോൺ ചുമ്മാ കൊണ്ടു നടക്കണേ കേട്ടോ. താൻ തന്നില്ല. പിന്നെ എന്തെങ്കിലും വിളിക്കണമെന്ന് വരുമ്പോൾ അപ്പത്തിന് പുള്ളിയുടെ മൊബൈലിൽ അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. നാളെ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇനി ഇതുപോലെ തന്നെ നല്ല മാന്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചാനലിൽ കൂടെ കയറി നമ്മുടെ പടത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പറയും, ഒന്ന് കാണണം, ഈ പടം കാണണം. ഞങ്ങൾ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല. വലിയ ആർട്ടിസ്റ്റുകൾ ഇല്ലെന്നോ? ജാഫർക്ക് എന്താ ജാഫർക്ക് അങ്ങനെ പറയുന്നത്? ജാഫർക്ക് ഉണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, നിങ്ങളെല്ലാം കുറെ ആൾക്കാരുടെ പേര് ഞാൻ എന്നത് വായിച്ചു. എല്ലാം അടിപൊളി ആക്ടേഴ്സ് അല്ലേ? ഞങ്ങള് മലയാളികളുടെ സ്വന്തമാണ് നിങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞ ജാഫർക്ക് എന്ന് പറഞ്ഞ പോലെ പേര് പോലും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, അപ്പൊ ഞാനൊരു കാര്യം പറയുന്ന കാറ്റഗറിയിലുള്ള അത്രയും വലിയ സംഭവത്തിലല്ല. അതാ എളിമ കൊണ്ടാട്ടോ. അല്ലല്ല സത്യമായിട്ടും അത് ഞങ്ങൾ അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പിള്ളേർ കളിക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും ചുമ്മാ പറയാം. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കാണാൻ നമുക്ക് അഭ്യർത്ഥിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ പടം കാണണം, അതാണെന്നും നമുക്ക് പറയാൻ ഒക്കില്ല. ഒന്നാമത് കേരളത്തിൽ ഇപ്പം മൊത്തത്തിൽ പൊതുവായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ട് മറ്റു എന്താണ് കൊറോണ, അതുപോലെ തന്നെ അതിന് മുമ്പ് പ്രളയം, അതിന് മുമ്പൊരു ഓക്കി, പിന്നെ ഇപ്പം ദുരിതം, ഇതല്ലേ. അപ്പം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അത് അവിടെ മാത്രമല്ല, നമ്മൾ ഗൾഫിലും അഭ്യർത്ഥിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഗൾഫിൽ കാശുകാരും അവിടെ പാവപ്പെട്ടവരും. അതല്ല, നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഗൾഫിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറുമാണോ? അവനെ അല്ല. നമ്മൾ 100 പേരെടുത്ത് 80% ആൾക്കാർ സാധാരണ ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. അവരിവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണം അത് ഇവിടെ വന്നിട്ട് ചിലപ്പം ആഹാരം മേടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം മേടിച്ച് കുഴിച്ചൊക്കെ ആയിരിക്കും അവിടെ മക്കളെ കെട്ടിക്കാനും അവിടെ വീട് വയ്ക്കുവാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരോടും നമ്മുടെ കേരളത്തിലുള്ളവരോടും ഇവരോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുവാണ്. ഞങ്ങളുടെ പടം മാത്രമല്ല, സിനിമ ഭയങ്കര ഒരു സംഭവമായിട്ട് കുറേ ആൾക്കാർ പണിയെടുത്ത് കുറേ കാശ് മുടക്കി ഉണ്ടാക്കുന്നതാണ്. ചുമ്മാ ആവശ്യമില്ലാതെ ഒരു പടത്തെ കയറി ഒരു പടത്തിനെ കുറിച്ചും മോശമായിട്ട് കാണാതെ പറയരുത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, അത് ചീത്ത കുറച്ച് മോശമാണെങ്കിൽ ആ മോശമെന്ന് വ്യക്തമായിട്ടൊന്ന് പറയാം, നല്ലവർ നന്നാക്കുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള നല്ല മര്യാദ ഉള്ള ഓഡിയൻസാണ് നമ്മുടെ എല്ലാം. അവരോട് പറയുവാണ് നമ്മുടെ പടവും എല്ലാ പടവും കാണുന്നതുകൊണ്ട് ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കാം. കുട്ടൻ്റെ ഷിനിഗാമി തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കാണും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ പടമൊക്കെ ആൾക്കാർ വെയിറ്റിംഗ്, അറിയാവോ? അത് അറിയാനിട്ടാ അത് തന്നെ. കാരണം ശരിക്കും പറഞ്ഞ ഒരു നമ്മൾ അല്ലേ രാജൻ ചേട്ടാ അല്ലേ അഷ്റഫ് ഒക്കെ അറിയുവാണെങ്കിൽ നമ്മൾ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അതായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ജാഫ്രിക്ക. ഒരു അങ്ങനെയാണെങ്കിൽ ഒരു 10-15 പടം ഇരിപ്പുണ്ട്.
കേട്ടല്ലോ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുവാണ് 10-15 പടം കൂടെ അഭിനയിക്കാനുണ്ട്. അപ്പം അല്ല, അഭിനയിച്ചു വെച്ചേക്കുന്നു. ആണോ? 15 അഭിനയിച്ചു ഇറങ്ങിയാ വെച്ചിരിക്കുന്നു. മതി. ആണ് നീ എത്രയെണ്ണം അഭിനയിക്കാനിരിക്കുന്നു? അഭിനയിക്കാൻ ഒരു 3-4 കമ്മിറ്റായിട്ടുണ്ട്. നീ ഇപ്പൊ ഇറങ്ങാൻ 10-15 സിനിമയുണ്ട്. ആണല്ലേ? അപ്പൊ ജാഫ്രിക്ക, ഇപ്പം നമ്മൾക്ക് ജാഫ്രിക്കനെ പണ്ട് ഞങ്ങള് ചെറുപ്പത്തിൽ കാണുമ്പോ ഉണ്ടല്ലോ, ജാഫ്രിക്ക ഇങ്ങനെ ഈ മിമിക്രിയും അല്ലേ, മോണോ ആക്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒക്കെ മിമിക്രി ചെയ്തില്ലായിരുന്നോ? പിന്നെ കൊച്ചിൻ കലാഭവനിൽ നടന്നു. അപ്പൊ ഏതെങ്കിലും ഒരു നല്ലൊരു അടിപൊളി ഒരു ഡയലോഗ് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ UBL പ്രേക്ഷകർക്ക് നബിദിനവും ഓണം അപ്പൊ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. അങ്ങനെ മോക്ക് ഞാനൊരു ഇതിവിടെ ഇരിക്കട്ടെ, ഒരു സൗണ്ട് കേൾപ്പിക്കാമെന്ന് ചോദിച്ചു. അല്ലേ, ഞാൻ ഒരു ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ മേടിച്ചു കൊടുക്കുന്ന ആളാണ്. അടിപൊളി സെറ്റ്. ഏതാണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പം, നമ്മുടെ ചെറുപ്പമല്ല, എൻ്റെ ചെറുപ്പമല്ല, മോളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇറങ്ങിയ മലയാള കരയെ കരയിപ്പിച്ച ഒരു സിനിമയാണ് ആകാശദൂത്. അല്ലേ? ഈ ആകാശദൂതിൽ നമ്മളൊരു വില്ലനെ കണ്ടു. അത് NF വർഗീസ് നായർ, അദ്ദേഹത്തിൻ്റെ പേര് NF വർഗീസ്, മരണപ്പെട്ടു പോയി. അത് ആകാശദൂതിൽ വന്നപ്പോൾ ചെറിയൊരു കട്ടി കുറഞ്ഞൊരു സൗണ്ടൊക്കെയാണ് അന്നേരം. കട്ടി ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു ഡയലോഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ഏതാ പടം, കനക അഭിനയിച്ച തിലകൻ്റെ തിലകൻ്റെ മോളായിട്ട് അഭിനയിച്ച ഇത് പത്രം കഴിഞ്ഞിട്ട് വന്ന്, അത് ഞാൻ പറയാം. അല്ലല്ലല്ല, അത് ഞാൻ പറയാം. ലാലേട്ടൻ മറ്റേ കനക പെങ്ങളെ എന്നിട്ട് പിന്നെ അവിഹിതത്തിലുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് മെഷീനൊക്കെ എടുത്ത് എറിഞ്ഞു കളയണ പടം. പക്ഷെ നിങ്ങൾ എന്ത് മനസ്സിലായത് എന്റെ വായിൽ ഞാനെന്തും പറഞ്ഞു. ആദ്യം നമുക്ക് ആകാശത്ത് പോവാം. ഈ ആകാശത്തോട് മുരളിച്ചേട്ടൻ നേരെ ഇങ്ങോട്ട് പോയി, വണ്ടിയും കൊണ്ടുപോയി. എങ്ങോട്ട്? ഭർത്താവ് ലോഡ് കൊണ്ടുപോയി. അപ്പോൾ ഈ ടൈമിൽ ഇയാളൊരു മുളക് പൊടി കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണല്ലോ, എന്നെ പറയും. അയാൾ കയറി. അപ്പോൾ ഈ കൊച്ചിന് കാല് വയ്യാത്ത കൊച്ചിനെ ഒന്ന് സൈക്കിളും കൊണ്ട് പോയപ്പോൾ ഒന്ന് വണ്ടി ഇടിപ്പിച്ചായിരുന്നു. അറിയാമല്ലേ? അവനിവിടെ ഇവിടെ ഇവിടെ ഉണ്ട്, നാട്ടിലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് വന്നേക്കാ. അവൻ വലിയ ആളായിട്ടാണോ? ആ കുഞ്ഞിൻ്റെ അത് കഴിഞ്ഞിട്ട് ഈ ഇവരോട് എന്ന് പറയുന്നുണ്ട് നടിയോട്, കേശവൻ്റെ വണ്ടി നിന്റെ മോൻ്റെ മെത്തറിഞ്ഞു മുട്ടിച്ചതാ, കുട്ടി മരിച്ചില്ല, ആയുസിൻ്റെ ഒരു ബലേ. ടീച്ചറെ കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിലൊരു മോഹം വളർന്നു. ടീച്ചറെ, 1 മണിക്കൂർ എൻ്റെ വീട് വരെ ഒന്ന് കയറിപ്പോയാൽ മതി, പണമായിട്ടോ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പം കാണണം ടീച്ചറെ. ഇത് ആകാശദൂതില് അങ്ങനെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ അനുകരിക്കുന്ന കേട്ടോ. അങ്ങനെ സൗണ്ട് വേറെ. അതിൻ്റെ പത്രം വന്നപ്പോൾ കുറേ പടത്തിലൊക്കെ വന്ന് ഗംഭീര സൗണ്ടാക്കി. ഒരു കാലത്ത് തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുവൽ ജംഗ്ഷൻ എറണാകുളം എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്യം മൊത്തം ഇങ്ങനെ തിയേറ്ററിൽ കിട്ടുന്ന കൊള്ളിയൊക്കെ ഉണ്ടെങ്കിലും ആ പത്രത്തിൽ അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സേഡ്ജിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ. അല്ലടാ, അതിന് ഷൂസിട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാൻ പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന 3 സഹോദരിമാരുടെ ഭാരം ചുമലിലേറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ച് പറ നിന്റെ മമ്മയോട്. ഓക്കെ പിന്നെ പിന്നെ അരി മേടിക്കണ്ടേ? സ്റ്റേജിലൊക്കെ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പോവും. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ഇങ്ങോട്ട് പറയും, ചേട്ടാ അങ്ങനെയല്ല ചേട്ടാ ഇതെങ്ങനെയാ എന്ന് പറഞ്ഞിട്ട് അതാണ് ഓഡിയൻസ്. ഒരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് എന്നെ പോലീസ് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയസേണ്ട പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേനും ഫ്രണ്ട് ചെയ്യുന്ന ഒരാൾ, ഒരു പയ്യൻ, തുടക്കത്തിലോട്ട് ഇങ്ങനെ പ്രശ്നത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ. തുടങ്ങുന്നതിന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ആയിട്ട് കൂക്കൂടും. പക്ഷേ അത് പറഞ്ഞിട്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ. അങ്ങനെ ഞാൻ ചെന്നു. അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അത് സേഡ്ജിയോ? ചേട്ടാ ഒരു മിനിറ്റ്, സേഡ്ജി ഉറപ്പിച്ച സേഡ്ജിയോ? തന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല കുത്തേ. അങ്ങനെയൊക്കെ അനുഭവമൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ 3ാമത് നമ്മുടെ പടം, പക്ഷെ ആ പടത്തിന്റെ പേരാലോചിച്ചിട്ടുള്ളൂ, നരസിംഹം. അയ്യോ കണ്ടോ, സിമി ഏറ്റെടുത്ത്. എത്ര 250 പടം എത്ര പറഞ്ഞ് ചെയ്ത ആളാ. പടം പറയാൻ പാടില്ല. പക്ഷെ ഞാനിങ്ങനെ 3 പടം പറഞ്ഞുകൊണ്ടിരുന്ന മാറിപ്പോൾ നരസിംഹത്തിൽ ഇങ്ങനെ ഇവരെല്ലാം കൂടെ എടുത്തെറിഞ്ഞ് മീശിയനും എല്ലാം എടുത്തെറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇയാളിങ്ങ് വരും. ഇയാളിങ്ങ് വന്നു ഈ കനക മാഡം അവരും വന്നു കഴിയുമ്പോഴത്തേനും ഉണ്ട്
കണ്ടിട്ടാടി നിന്റെ നെകളിപ്പ്. ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട, ഒരിക്കലൊരാണിൻ്റെ കൈ കൊണ്ട് നിന്റെ മടിക്കുത്തഴി. അന്ന് നീ വരും ഈ പവിത്രന്റെ സമക്ഷത്ത്. വിത്ത് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ കൂടിപ്പോയിരിക്കല കണ്ണാടി വെച്ചാൽ കണ്ണിനകത്തൊക്കെയാണ് കണ്ണു പറഞ്ഞ ആൾക്കാർ പോവുകൊണ്ട് കണ്ണാടി ഓക്കെ, അടിപൊളി. എന്ത് സ്പോണ്ടേനിയസ് ആണ് ശരിക്കും കലാകാരന്മാർക്ക് വേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റാന്നല്ല. അപ്പൊ രാജേട്ടാ, അഷ്റഫ്, നമുക്ക് നമ്മുടെ കുട്ടന്റെ ഷിനിഗാമിയുടെ ട്രെയിലർ ഉണ്ട്, നമുക്കിത് കണ്ടാലോ? നമുക്ക് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കണ്ടേ? ഇത് കണ്ടിട്ട് പെട്ടെന്ന് വരും. കഴിഞ്ഞു. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ട്രെയിലർ നമ്മൾ കണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഇപ്പൊ എക്സൈറ്റ്മെന്റ് ആയി 20th കേട്ടോ. എല്ലാവരോടും, നമ്മൾ പ്രവാസികൾ എല്ലാവരോടും 20th മറക്കാതെ കുട്ടന്റെ ഷിനിഗാമി, അതൊരു ജപ്പാനീസ് വേർഡാണ് കേട്ടോ. അത് എന്താണെന്ന് പറഞ്ഞു. കാലൻ പക്ഷെ അത് കേൾക്കുമ്പോ വേറെ എന്തോ പോലെയൊക്കെ തോന്നില്ലേ? അല്ലേ, കാലൻ. ഓക്കെ, നമ്മുടെ ട്രെയിലർ നമുക്ക് ആക്ച്വലി നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ ഒന്നും കൂടെ കാണിക്കുകയാണ്. ഓക്കെ ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട് കേട്ടോ. ഹലോ ഹലോ, ഇതാരാ? ഷിജി, ഇപ്പൊ കാണുന്നുണ്ടോ എന്റെ കൂടെ ആരൊക്കെ ഇരിക്കുന്നേന്ന്? അതാ ചോദിച്ചോളൂ. നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു എന്താ പറയുന്ന അതുല്യ കലാകാരനാണ്. ഇത് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. നമുക്ക് ഇവിടെ കലാകാരനുണ്ട്, അവിടെ ശരിക്കും പറഞ്ഞ ദുബായിലെ സെലിബ്രിറ്റി ഉണ്ട്. രാജൻ ചേട്ടനെ ഞങ്ങൾ പറയുന്നത്. ഓക്കെ, രാജൻ ചേട്ടൻ. രാജൻ വർക്കല. ചോദിച്ചോ. നമസ്കാരം. ഹാപ്പി ആണോ? കാപ്പി ഓണം. ഞാൻ ഹാപ്പി ഓണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് പ്രൊഡ്യൂസർ, ഈ വിളിച്ച പ്രൊഡ്യൂസർക്ക് അങ്ങനെ പറയാനുള്ള കാപ്പി ഓണം ഒന്ന്. അപ്പം ഹാപ്പി ഓണം കേൾക്കാമോ? എല്ലാരും ഒക്കെ സുഖമായിട്ടിരിക്കണോ? ഊണൊക്കെ കഴിച്ചോ? ഓണമൊക്കെ ഉണ്ടോ? അതെ, ഞാൻ ആക്ച്വലി സദ്യയൊക്കെ കഴിച്ചു. ഞാൻ പ്രോഗ്രാം കണ്ടു. കണ്ടതിന് ഭയങ്കര കണ്ടോ ആൾക്കാരുടെ സന്തോഷം. എന്തോ എനിക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞ് അലമ്പാക്കുന്ന പറയുന്ന കേൾക്കാം. ജാഫർ ഖാനെ ഒത്തിരി ഇഷ്ടമാണ്, ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഒത്തിരി സന്തോഷം തോന്നി. എവിടെ നാട്ടില്? ഞാൻ കാസർഗോഡാണ്. കാസർഗോഡ്? കാസർഗോഡൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെയാ മോള്? ഇവിടെ എവിടെയാണ്? ദുബായിലാ? ഫാമിലി ഒക്കെ എങ്ങനെയാ? ഫാമിലി എല്ലാവരും അതെ. മോള് പഠിക്കുവാണോ അതോ ഹൗസ് വൈഫ് വല്ലതും ആണോ? പഠിക്കുവാണോ? ആയിക്കോട്ടെ, സന്തോഷം. കാസർഗോഡ് ഭാഷയിൽ സംസാരിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. കാസർഗോഡ് ഭാഷയിൽ എന്തെങ്കിലും ജാഫർകോട് ചോദിച്ചാണെങ്കിൽ ജാഫർക്ക് പറയുമോ നോക്കാം നമുക്ക് ആ ഭാഷ. മലപ്പുറം അല്ലേ? ഞാനോ? ഇടുക്കി. നാട് എവിടെയാണ്? ജാഫർക്കാണ് നാട് ഇടുക്കി. ചോദിച്ചോ. ഹലോ, കാസർഗോഡ് ഭാഷയിലെ ഞാൻ ജാഫ്രിക്കയോട് സംസാരിച്ചോട്ടെ? സംസാരിച്ചോ. ജാഫ്രിക്ക, ദുബായില് പമ്മിച്ച് ഇടുത്ത ഓണം എങ്ങനെയുണ്ട്? പാങ്ങിണ്ട? ഇത്തവണത്തെ ഓണം പാങ്ങില്ല. ഇത്തവണത്തെ ഓണം പാങ്ങില്ല. ഞങ്ങൾ ഇവിടെ ദുബായിലായി പോയില്ല, പാങ്ങില്ല. നിങ്ങളെ ദുബൈക്കാർക്കെല്ലാം നിങ്ങളപ്പൊ എന്ത് പിരിച്ചോ? നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടാ? ഇങ്ങനെ പാടുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പാടുണ്ടാ. ഞാനിപ്പോ പാടിയതിനു മുമ്പ്, അല്ലെങ്കിൽ പാടില്ലായിരുന്നു. ജാഫ്രിക്കാന്റെ പാട്ടിനെ പറ്റി കൊറേ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു പാട്ട് പാടി തരണം പ്ലീസ് ജാഫ്രിക്ക. പാട്ട് പാടിയല്ലോ, ഒരു മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്. അപ്പൊ പാട്ട് നമ്മൾ മൊത്തം പാടാനുള്ള സമയമില്ല. അപ്പം കുറച്ച് പാടട്ടെ?
ഒരു ഫാനിന്റെ ആഗ്രഹമല്ലേ ഇക്ക, കുറച്ച് മതി. അല്ല, ഞാൻ പറയുന്നത് ഒരു പാട്ടല്ല, മോക്ക് വേണ്ടി ഞാൻ ഒരു കുറെ പാട്ട് പാടാം, പക്ഷെ ഇവിടെ സമയമില്ലല്ലോ. അയ്യോ കുഴപ്പമില്ല പ്ലീസ്, ഞാൻ അത്രയും ആഗ്രഹിച്ച് വിളിച്ചാണ്. രണ്ട് വരി മതി. അപ്പൊ ഒരു കാര്യം ചെയ്തോ, മോള് ആ പാട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഉപ്പയോ ഉമ്മയോ അച്ഛനോ അമ്മയോ ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവര് ഒന്ന് ബാക്കിലേക്ക് പോകും, ഒരു കുറെ 10-45 കൊല്ലം പുറകിലേക്ക് പോകും ആ പാട്ടിന്റെ ആ സംഭവം. കേട്ടോ? ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കോന്തലയ്ക്കൽ നീ എനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പാഠപുസ്തകത്തിൽ മയിൽ പീലി വെച്ചു കൊണ്ട് പീലി പെറ്റു കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പുകൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു. ഇപ്പോഴാ കഥകളെ നീ അപ്പടി മറന്നു. പോത്തുപള്ളിയിലന്ന്. ഓക്കെ അല്ലേ? അപ്പൊ മോളൊരു കാര്യം ചെയ്യാം, യൂട്യൂബില് ജാഫർ ഡിക്കി ഓത്തുപള്ളി അടിച്ചു നോക്കിയാൽ വരും. ഞാൻ ഫുൾ പാട്ട് പാടിയിട്ട് കേൾക്കാം കേട്ടോ. പിന്നെ ഈ പടത്തില് അങ്കിള് പാടി അഭിനയിച്ചിട്ടുണ്ട്. ഇത് പടം കാണുമ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിനു മുമ്പ് പാടി 4 ലൈൻ, അതുകൊണ്ട് ഇനിയും പാടാൻ പറ്റില്ല. അപ്പൊ അടുത്ത കാണാം. അപ്പൊ എല്ലാവർക്കും ഓണാശംസ, അഭിനയാശംസകളും. താങ്ക് യു. അപ്പൊ തീർച്ചയായിട്ടും കുട്ടന്റെ ഷിനിഗാമിയില് ജാഫറിക്കയുടെ ഒരു അടിപൊളി പാട്ട് നിങ്ങൾ കേട്ടിരുന്നു. ആ പാട്ട് അത് തീർച്ചയായിട്ടും പടവും കാണണം. ആ പാട്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഗെറ്റ് ടുഗദറിന് നിങ്ങൾ പാടിയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്നും കൂടെ കാണണം എന്ന് പറയാം. ആൾക്കാർ വിളിച്ചു പറയുന്നത് കാണണം. അപ്പൊ കണ്ടിട്ട് വരാം. ഓണവില്ലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ കൂടെ ജാഫറിക്കയും അഷ്റഫിക്കയും രാജേട്ടനും ഒക്കെ ഉള്ളത് കാരണം എനിക്കൊരു ബ്രേക്കിൽ പോലും ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു, അഷ്റഫിക്ക പാട്ട് പാടുമോ? അഷ്റഫിക്ക ജാഫറിക്ക പാട്ട് പാടത്തില്ലേ? പുള്ളി പാട്ട് പാടും. പാട്ട് പാടുന്നതാണ്, പക്ഷെ പുള്ളിക്ക് ഒരു പേടി കിട്ടി. ഒരു പേടി എന്ന് പറഞ്ഞാൽ ഒരു കൂക്ക് കിട്ടി സ്റ്റേജിൽ നിന്ന്. അതിൽ പിന്നെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ കീർത്തനവും അതൊന്നുമല്ല അത് ചുമ്മാ പറയണ. പിന്നെ പുള്ളിയുടെ മുസ്ലിം പാട്ട് പാടും, ക്രിസ്ത്യൻ പാട്ട് പാടും, ലളിതഗാനം പാടും, പിന്നെ ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം എല്ലാം കൈകാര്യം ചെയ്യും. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ പണി കിട്ടി. അതെന്നാന്ന് ചോദിച്ചു. അതായത് ഒരു പരിപാടി നടക്കുകയാണ്. ഒരു വലിയൊരു നേതാവിന്റെ പേരൊക്കെ പറയാം. വ്യവസായ വകുപ്പ് മന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. അത് ഇപ്പം മന്ത്രിയല്ല, ഇലക്ഷൻ തോറ്റുപോയി കോഴിക്കോട്. ഇളമരം കരീം സാറാ. ഈ ഇളമരം കരീം അല്ലല്ലേ അവിടെ ആവുന്ന ഏൽപ്പിക്കരുത്. ഇളമരം കരീം സാറിന് ഭയങ്കര ഒരു ഇത് കൊടുക്കുകയാണ്. എന്ത് മൊത്തത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി നമ്മുടെ ഇളമരം കരീം സാറിന് സ്വീകരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അപ്പം ഇവര് പോയിക്കുന്ന വണ്ടിയില്ലേ, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വണ്ടി പോകുന്നതൊക്കെ ഒരു കോളർ ഉണ്ട്, നമുക്ക് കോളറിനോട് ഈ കഥ പറഞ്ഞു കൊടുക്കാം. ഒരു മിനിറ്റ്. ഹലോ ഇതാരാണ്? എന്റെ പേര് നിശാന്ത് എന്നാണ്. നമ്മൾ ആക്ച്വലി 3 ഫ്രണ്ട്സ് ഒരുമിച്ച് നിന്നിട്ട് ജാഫർക്കെ കണ്ട സന്തോഷത്തിൽ വിളിക്കുന്ന. അയ്യോ ഹായ് ജാഫർക്ക. നമസ്കാരം. ജാഫർക്ക ഹാപ്പി ഓണം. ഹാപ്പി ഓണം ജാഫർക്ക. ഹാപ്പി ഓണം ജാഫർക്ക. ഹാപ്പി ഓണം, ഹാപ്പി നബിദിനം രണ്ടും കൂടെ ഇരിക്കട്ടെ. രണ്ടും ഒരു ദിവസമായി പോയില്ലേ ജാഫർക്ക? എന്റെ കൂടെ ഒരു പ്രവീൺ എന്നൊരു ഫ്രണ്ട് ഉണ്ട്. അവന് ഭയങ്കരമായിട്ട് ജാഫർക്കയുടെ ഒരു പാട്ട്
ഏതാടാ ഇക്കേറെ ഒരു മാസ്റ്റർ പീസ് പള്ളിക്കെട്ട് ശബരിമല. ഞങ്ങൾ ഇവിടെ പറഞ്ഞതേ ഉള്ളു, രാജൻ ചേട്ടൻ അത് പറഞ്ഞേ ഉള്ളു. ആ വെയിറ്റ് ചെയ്തോ, പാട്ട് പാടണ്ട. പാട്ടൊക്കെ കേട്ടോ. അതെ ഒരു കാര്യം ചെയ്തോളൂ. അതെ ഈ ഹലോ ആ പള്ളിക്കെട്ട് നമുക്കിപ്പോ ഈ സമയക്കുറവൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, അതും ഒരു 4 ലൈൻ. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ യൂട്യൂബില് ജാഫർ അടിക്ക് പള്ളിക്കെട്ട് നടിക്കുക. അത് പല മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം കേൾക്കാം. പക്ഷെ ജാഫർഖാന്റെ ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ സുഖം. അല്ല അത് 4 ലൈൻ പാടാം, 4 ലൈൻ പാടാം. ഇപ്പൊ ഒന്ന് ജസ്റ്റ് 2 വരിക്ക. ഗംഗൈ നദി പോൽ പുണ്യ നദിയാം പമ്പയിൽ നീരാടി ശങ്കരൻ മകനെ കുമ്പിടുവോർ സങ്കടമെങ്കിൽ ഏറിടുവോർ നീലിമലയേറ്റവും ശിവപാലനമേറ്റിടുവാൻ കാലമെല്ലാം നമുക്ക് അരുൾ കാവലനായിരുപ്പാൻ ദേഹബലം ദ പാദബലം ദ ദേഹബലം ദ പാദബലം ദ ദേഹബലം താലെന്താലവരും ദേഹത്തെ കണ്ടിടുവാൻ പാദബലം താലെന്താലവരും പാതയെ കാട്ടിടുവാൻ നല്ല പാദത്തെ കാട്ടിടുവാൻ. വിളിച്ചോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തി സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അപ്പൊ ഓണമായിട്ട് സ്വാമിയേ അയ്യപ്പ. ഓക്കെ ഭയങ്കര സന്തോഷം ജാഫർക്ക. കൂട്ടുകാരൻ നിങ്ങളെ ഭയങ്കര ഫാനാണ്. പുള്ളിക്കാരൻ സംസാരിക്കണമെന്ന്. അയ്യോ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട്, പിന്നെ രാജൻ സാർ ഇരിപ്പുണ്ട്, സിമി ഇരിപ്പുണ്ട്. ഹാപ്പി ഓണം പറയുന്നു, ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് കൂട്ടുകാരൻ പറയുന്നു. ഏതെങ്കിലും ഒരു നമ്മൾ ആസിഫിക്കായിട്ട് ആ ഒരു മോഷണത്തിന്റെ സിനിമയുടെ ഒരു കഥ കൂമൻ സിനിമയിലല്ലേ? ഒരു എന്തെങ്കിലും നിങ്ങൾ ആ ഒരു അതായത് ആ മോഷണത്തിന്റെ ഒരു ത്രില്ല് പറയുന്നില്ലേ, അതൊന്ന് പറഞ്ഞു കേൾക്കാം. ഒരു വരി കിടന്നിട്ട് ആരാധകരെ കൊണ്ട് ശാന്തരാഘവൻ ഇപ്പൊ പറയും. നിങ്ങളാ ഞരമ്പിന്ന് വരുന്ന സൗണ്ടില്ല, ഒന്ന് പറയിക്കാം. ഞരമ്പിന്ന് വരുന്ന സൗണ്ട് പരിപാടിയില്ല, നമ്മൾ ആസിഫിക്കലേക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളാ പറയണ അത് എങ്ങനെയാണ് ആ ഒരു മോഷണത്തിന്റെ ഒരു ശൈലി? പ്ലീസ് ഒന്ന് പറയൂ പ്ലീസ്. കേട്ടിരുന്നു കേട്ടോ, പ്ലീസ് പറയിക്കാം കേട്ടോ. സാറേ എനിക്ക് ആളില്ലാത്ത വീട്ടിൽ കക്കുന്ന എനിക്ക് ഇഷ്ടമല്ല സാറേ. എനിക്ക് ആളുള്ള വീട്ടിൽ കക്കുന്ന ഇഷ്ടം. ഈ ആളുകളുള്ളപ്പോൾ ഈ തലേനടിയുന്ന താക്കോലെടുത്തിട്ട് അലമാരിയില്ലെങ്കിൽ തിരിച്ച് തുറന്നിട്ട് അതിൽ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന പെരുവരിപ്പില്ല സാറേ, അതാ എനിക്കിഷ്ടം. എന്തുമാത്രം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയാമോ? അയ്യോ ജാഫർക്ക, ഇതിൽ കൂടുതൽ നമ്മൾ നിങ്ങൾ ആരാധകരാന്ന് പറയുന്ന കാര്യം നിങ്ങളെ കണ്ണ് നിറഞ്ഞു കേട്ടോ നിങ്ങൾ ആ സൗണ്ട് പറയുമ്പോ. പക്ഷെ ഭയങ്കര റിയലി അതൊക്കെ നമുക്ക് നേരിട്ട് ഒരു ദിവസം നാട്ടിലൊക്കെ കാണാം, ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ കാണാം. നമ്മൾ നിങ്ങളെ കാണാൻ വരും. ഞങ്ങളിപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇതിൽ ഭയങ്കര പാട്ടുകാരനാണ്, പക്ഷെ പുള്ളി പാടുകയല്ല. അതിന്റെ ഒരു കഥ പറഞ്ഞോണ്ട് ഈ കഥ കേൾക്കണോട്ടോ ഇപ്പൊ ലൈവില്. അഷ്റഫിക്ക് ആക്ച്വലി രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആ കഥ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ആ കഥയും കൂടെ കേൾക്കണോട്ടോ. രാജേട്ടനും ഈ സിനിമക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. 20-ാം തീയതിയാണ് റിലീസ്, അടുത്ത വെള്ളിയാഴ്ചയാണ് റിലീസ്. കുട്ടന്റെ ശിനിഗാമി അടുത്ത 20-നാണ് റിലീസ്. 4 ദിവസമേ ഉള്ളു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സുകൾ എല്ലാവരും ചേർന്നിട്ട് പോയി സിനിമയെ കണ്ട് വിജയിപ്പിക്കുക. ഉറപ്പായിട്ടും അതിന്റെ സംശയമുണ്ട്. ഇനിയിപ്പോ ഇത്രയും നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ ഇക്കൊക്കെ വേണ്ടി ചെയ്യത്തില്ലേ? താങ്ക് യു വെരി മച്ച്. ഓണമായിട്ട് എല്ലാരും ഒരുമിച്ചിരിക്കുമ്പോ നമ്മളെ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവര് ഓണമൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ പറയുമ്പോൾ ഇങ്ങനെ പരിപാടി കാണുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കുന്നു, ഇഷ്ടമില്ലാത്തവരാണ് ചിലപ്പോൾ അവർ ചാനൽ മാറ്റുന്നു.
തീർച്ചയായും നമ്മളോട് ഇഷ്ടപ്പെട്ടില്ലേ? അതെ, അപ്പൊ അവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കഥയിൽ നിന്ന് ഇത് അവിടെ കാണാം. വെറുതെ. അങ്ങനെ ഈ വണ്ടിയിൽ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇവര് പോയി അവിടെ കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ 4 പേര് കൂടി ഉള്ള പരിപാടിയൊക്കെ അല്ലേ, 2 മിമിക്രിക്കാരും പിന്നെ ഒരു പാട്ടുകാരൻ ട്രാക്കിട്ടൊക്കെ പാടും. അങ്ങനെ അസറവ് പോയേക്കണ് ട്രാക്കിട്ട് ഒരു പാട്ട് പാടാനാണ്. ട്രാക്ക് ചുമ്മാ ഈ പാട്ട് പാടില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്നാണ് ഈ പുള്ളി നോക്കി അവിടെ. അപ്പം പോണ വഴിക്കെല്ലാം ഇവിടെ ഭയങ്കര ഹോർഡിങ്സ്. അപ്പം സാറ് ഇളവരെങ്ങനെയാണ് സാർ ഇങ്ങനെ പൂച്ചെല്ലാം പിടിച്ചു അവിടെ വ്യവസായ മന്ത്രിയില്ലേ നാട് ആദരിക്കുന്ന അങ്ങനെ അങ്ങനെ ഭയങ്കര സ്റ്റേജിൽ LED വാള് അവിടെ ഇവിടെ ഒക്കെ മൊത്തത്തിൽ പോസ്റ്റർ മൊത്തത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നവർ തന്നെ ഇങ്ങനെ എന്തുണ്ട് നിങ്ങളെപ്പോൾ എത്തി? അപ്പം ഇളവരെങ്ങനെ സാറിൻ്റെ സംസാരം വരെ ഇളവനെ. അങ്ങനെ പാട്ടിന് അസറവിനെ വിളിച്ചു. അസറവ് വിളിച്ചപ്പോൾ മാന്യമായിട്ട് പാട്ട് പാടുന്ന. അപ്പം മൊത്തത്തിൽ ഈ പുള്ളി ഉണ്ടല്ലോ ഇതെല്ലാം കണ്ടിട്ട് ഇയാൾക്ക് പാണ്ടിരിക്കുക ഇങ്ങനെ ആയിരിക്കുക, പേടിച്ചിട്ടിരിക്കുക. അങ്ങനെ പേടിയല്ല ഇത് മൊത്തം. അങ്ങനെ കയറി അടുത്തതായി നമ്മളുടെ മിമിക്രി കഴിഞ്ഞു. ഇനി മിമിക്രിക്ക് മുമ്പ് അവരുടെ തന്നെ കലാകാരനായ അസ്രഫ് ബ്ലാക്കിലിൻ്റെ ഒരു ഗാനമാണ് നമ്മുടെ സാറിൻ്റെ ഈ പരിപാടി കൊണ്ടതെന്ന് വെച്ച് ഈ പാട്ട് പാടാൻ അസ്രഫിനെ ക്ഷണിക്കുന്നു. അസ്രഫ് ട്രാക്ക് കിട്ടും, കാസറ്റും കിട്ടും. തുടങ്ങുക കൊഞ്ചി കരയല്ലേ. അപ്പൊ ആൾക്കാരൊക്കെ സൈലന്റാ. മിഴികൾ നനയല്ലേ ഇളമരം കരിമല്ലേ. വെട്ടിയില്ല നേരൊക്കെ പറഞ്ഞത് ഇതേ പാട്ടെന്ന് വെച്ചാൽ അതോടുകൂടി പാട്ട് ഓരോടത്ത് മൈക്ക് കണ്ടാ പേടി. ഇപ്പൊ മൈക്ക് കൊടുത്ത് വയ്ക്കും ഇത് കയ്യിലാണ്ട് ഇങ്ങനെ അടിക്കുന്നില്ല ഇത് കാണിക്കണം. ഒന്ന് ആലോചിച്ച് എന്നിട്ട് ആൾക്കാരെല്ലാം കൂടെ കൂടി പുള്ളീനെ കേട്ടോ. പുള്ളീനെ അന്ന് ഒരു വിധത്തിൽ ഊരിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ ഈ പുള്ളി ഇനി മേലെ ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാടുക കഴിയുമ്പോൾ കയറില്ല മറ്റാ മറിച്ചാന്ന് അത്ര എന്ന് പറഞ്ഞിട്ട് തന്നെ മലമ്പുഴയിൽ മറ്റേ മന്ത്രിമാരൊക്കെ പറഞ്ഞ പരിപാടിക്കും കൂടെ തന്നെ പാട്ടുള്ളതല്ലേ അതും കൂടെ ആ പരിപാടിക്കും കൂടെ പറഞ്ഞ നമ്മൾ 4 പേരും കൂടി 1000 രൂപയ്ക്ക് പിടിച്ചാണ് പരിപാടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 1000 രൂപയ്ക്ക് ആ പരിപാടി 4 പേര് 1000 200 രൂപ വെച്ചാൽ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അത് ഇച്ചിരി പഴയ ഇതാ. അപ്പോൾ ഈ അവിടെ ചെന്നപ്പോൾ ഈ പിന്നെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും വരാൻ താമസിച്ചു. അപ്പം 6 മണിക്ക് ഗാനമേളോടണം. ഒരു 5 മണിയാകുമ്പോൾ സ്റ്റേജ് വിട്ടു കൊടുക്കും പൊതുസമ്മേളനം കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെന്നപ്പോൾ ഈ മന്ത്രിമാരും ഒക്കെ വരാൻ ഇച്ചിരി താമസിച്ചപ്പം പരിപാടി നീളൂല്ലേ. ഇവർ കറക്റ്റ് എത്തി കുറച്ച് അത് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണ്ടേ. അങ്ങനെ വെച്ചപ്പോൾ ഇവർ 4-5 പേര് അവിടെ ഇച്ചിരി വലിയ മന്ത്രിയൊക്കെ തന്നെ കൊണ്ട് ഇത് കൊടുത്തു. 2 പേരെ കൂടെ കൂടുതൽ വിളിച്ചു. നേരെ ചെന്നപ്പോൾ സംഘാടകമായിട്ട് പറഞ്ഞു, ഹലോ നമസ്കാരം, നമ്മുടെ പരിപാടി 6 മണിക്ക് തുടങ്ങാൻ ഇച്ചിരി താമസിക്കും, മന്ത്രി അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മലമ്പുഴ ഡാം കാണാനുള്ള ഒരു 8-10 പാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റൂം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഇവർ തീരുമാനിച്ചു. റൂമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മലമ്പുഴ ഡാം കാണാം. അതുകൊണ്ട് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല, നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി ആരോടും മിണ്ടുമില്ല, ഇങ്ങനെ ഇരിക്കുള്ളൂ. പുള്ളി ചെന്ന് വണ്ടി അങ്ങ് നിർത്തി മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അങ്ങനെ നിർത്തി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് തൊട്ടങ്ങോട്ട് മലമ്പുഴ ഡാമങ്ങ് നിൽക്കുമല്ലേ നിലത്തുനിന്ന് ഇങ്ങനെ പോണ ചെരിഞ്ഞ് ഇതേലേക്കങ്ങ് നോക്കി ഇതങ്ങോട്ട് കാറ്റായി. ഡാമല്ലേ ഇത് ഡാം, ഇത് എത്ര ലിറ്റർ വെള്ളം ഇരുന്നിട്ട് ഡാം ഈ ഹിന്ദി പറഞ്ഞോട്ട് ഡാം മിമിക്രിക്കാൻ ഈ ഡാം ഇങ്ങനെ പണിതാലേ ഉള്ളൂ, ഒരു ഡാം ഇങ്ങനെ. അങ്ങനെ സ്റ്റേജിൽ കയറി മന്ത്രിയെല്ലാം പോയി. സ്റ്റേജ് ചെന്നാലും ഞങ്ങളുടെ ഗാനമേള ആരംഭിക്കാൻ താമസിച്ചിൽ ക്ഷമിക്കണം, എല്ലാവരും പൊതുസമ്മേളനം താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗാനമേള ആരംഭിക്കുന്നു. അധികാരം ഡിവോഷണൽ ഗാനത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. അസറഫ് ബ്ലാക്കിൽ എന്ന് പറഞ്ഞു. ക്ലിങ് 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 യഹൂദിനാമിലെ ഇത്രയാണ് ഉരുളക്കല്ലില്ലേ മലമ്പുഴ ഡാമിന്റെ ഉരുളക്കല്ല് വെള്ളാറല്ലേ. ഇപ്പൊ പിള്ളേര് ഇറങ്ങിപ്പോ അതോടുകൂടി ഇപ്പൊ ഇവിടെ ഇനി സിമി ഒന്ന് നിർബന്ധിച്ചു ഒരു പാട്ട് പാടാൻ നിർബന്ധിച്ചിരിക്കട്ടെ.
നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പാടാന്നല്ലേ പറ. സിമിയുടെ മോന്റെ പേരനെ ജെയ്ക്സ് നീ ഇടയ്ക്കിടെ ജയിച്ചില്ലേ കാര്യം കൂട്ടൊക്കെ വന്നേക്കണായിരിക്കും അവൻ ആ കേബിൾ എടുത്ത് എറിയും. സത്യം. അതുകൊണ്ട് പാട്ടെന്ന് പറയണ ആ അധ്യാപകനോട് മൂടി വെച്ച് അയ്യോ അത്യാവശ്യം 2 വാക്ക് ചോദിച്ചാൽ മതി. എന്താണ്, എങ്ങനെയാണ് സിനിമ, എന്തൊക്കെയുണ്ട്, സൗകര്യം ഉണ്ടാകും, ഇതൊക്കെ ചോദിച്ചാൽ മതി. പാട്ട് മിമിക്രിയിൽ നമ്മളുണ്ട്. ചോദിച്ചു. അപ്പൊ എന്താണെങ്കിലും അപ്പൊ നിങ്ങളുടെ സിനിമ സെറ്റ് അടിപൊളിയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയം ഇപ്പൊ പ്രേക്ഷകർക്കില്ല. എങ്ങനെ ഓരോ ദിവസം ഓരോ കഥകളായിരിക്കും അല്ലേ? അത് ഓരോ ദിവസം ഓരോ കഥകൾ ഞങ്ങൾ അല്ല, ഇങ്ങനെ പറയും. ഇത് ചാനലിൽ പറയാൻ പറ്റുന്ന കഥ, ചാനലിൽ പറയാൻ പറ്റാത്ത കഥകൾ. അപ്പൊ എന്തുമായിരിക്കും? അല്ല അത് കമ്മിറ്റിയല്ല, ഹേമ കമ്മിറ്റിയൊന്നുമല്ല. ഹേമ കമ്മിറ്റിയുടെ കാര്യം അതൊക്കെ ചോദിക്കാമല്ലോ. ചോദിക്കോ? പിന്നെ എന്ത് വേണേ ചോദിക്കാമല്ലോ. അപ്പൊ അങ്ങനത്തെ കാണാൻ ഉള്ളതല്ല. അല്ലാതെ നമ്മൾ ഈ തമാശയിൽ തന്നെ ഇച്ചിരി ചീഞ്ഞ തമാശയില്ലേ, ആ ലെവൽ വരെ ആ ആൾക്കാരുടെ അടുത്ത് പറയാം, എന്നാലും ഇച്ചിരി ചീഞ്ഞു പോകും. അപ്പൊ കൂടുതൽ എന്നോട് പറയിപ്പിച്ചാൽ ചീഞ്ഞു പോകും. ചീഞ്ഞ തമാശയായി പോകും. അവിടെ വെച്ചാ ഏത് കമ്മിറ്റിയെ കുറിച്ച് ചോദിക്കാതെ കമ്മിറ്റിയൊക്കെ അവിടെയൊക്കെ അങ്ങനെ പോകില്ല. അതൊക്കെ നമ്മൾ ഇനി പറഞ്ഞ് അതൊക്കെ ആധികാരികമായിട്ട് കോടതിയുണ്ട്, പോലീസുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവരാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കോടതി ശിക്ഷ വിധിക്കും. ചുമ്മാ പൊതുജനവും അതുപോലെ തന്നെ പൊതുജനത്തിന് പിന്നെ ഒരു ആശങ്കയുള്ളതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ആരാധിക്കുന്ന എല്ലാവരെയും. അപ്പൊ അവർക്കൊക്കെ ഇങ്ങോട്ട് പ്രശ്നം വരുമ്പോൾ അതൊക്കെ നിയമപരമായിട്ട് പോട്ടെ. നമ്മളൊക്കെ ചെറുകിടക്കാരില്ല, നമ്മളൊക്കെ ഇങ്ങനത്തുള്ള വലിയ കേസൊന്നും നമ്മൾ ചിന്തിക്കേക്കാറുമില്ല, കാണാറില്ല, നമ്മൾ അനുഭവമില്ല, ഒന്നുമില്ല. പിന്നെ അതൊക്കെ അതിൻ്റെ വഴിക്ക് കോടതിയായിട്ടങ്ങ് പോകും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാ നമ്മുടെ മറുപടി. എന്നുവെച്ചാൽ നമ്മൾ വല്ല കണ്ടോ കേട്ടോ ഊഹം വെച്ചൊന്നും സംസാരിക്കാൻ പാടില്ല, ഇല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ സിനിമ കണ്ടിട്ട് അഭിപ്രായം വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞ പോലെ കണ്ടവര് അഭിപ്രായം പറയുന്ന പോലെ തന്നെയാണ് പല വാർത്തകളും വരുമ്പോ എന്ത് സംസാരിക്കാതെ. അത് സിനിമാ ഫീൽഡ് മാത്രമല്ല, ഏത് ഏരിയയിൽ എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അത് അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കാം. തീർച്ചയായിട്ടും. അല്ലാതെ ചുമ്മാ അറിയാതെ കയറി സംസാരിച്ചാൽ അവർക്കും ഫാമിലിയുണ്ട്, മക്കളുണ്ട്, സ്വന്തക്കാര്, ബന്ധക്കാരനായിട്ടൊക്കെ ഉണ്ട്. ആരെയും നമ്മൾ അങ്ങനെ ഒന്നും പറയാൻ കൊള്ളു. സത്യം മുഴുവത്തിന് കോടതിയില്ലേ, അല്ലെങ്കിൽ പിന്നെ കോടതി വല്ലതും. അപ്പൊ അതൊക്കെ നമുക്ക് അതെ അതെ. എന്താണെങ്കിലും കുട്ടന്റെ ഷിനിഗാമിയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ഓണവില്ലിനെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള പാട്ട് വിഷയമല്ലേ, ഈ 2 പാട്ട് വിഷയമല്ലേ ഇതിനകത്ത്. ഈ കുട്ടന്റെ ഷിനിഗാമിയില് 2 പാട്ട് പാടിയില്ലേ പുള്ളിയുടെ? പുള്ളിയുടെ 2 പാട്ട് അത് വലിയ കാര്യമാണ്. പക്ഷെ നമ്മള് അത് വലിയ വിഷയമായിരുന്നു. കരിയും മലമ്പുഴ ഡാമും അത് ഞാൻ മറക്കത്തേയില്ല ഈ കഥ കേട്ടോ, മറക്കത്തേയില്ല. അപ്പം നമ്മുടെ കൂടെ ഇത്രയും നേരം നമ്മുടെ UBL ആൾക്കാരോട് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കോളേഴ്സ് വിളിച്ചപ്പോഴാണെങ്കിലും ജാഫർക്കൊക്കെ പെട്ടെന്നാണ് നമ്മളൊരു കാര്യം ചോദിക്കുമ്പം ചെയ്തു തരുന്നത്, പറഞ്ഞു തരുന്നത്. ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഒരു മുഖമുദ്ര കൊടുക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ UAE പ്രവാസികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള കലാകാരന്മാരെ ആരാധിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അധികം സിനിമകൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത് 5ാമത്തെ പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജാഫർക്ക് പറഞ്ഞ പോലെ കഴിഞ്ഞ 4 പടങ്ങളിൽ നിന്നും അതിലും നല്ലതായിട്ടാണ് മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അഭിനയ ജീവിതവും അതുപോലെ തന്നെ നിറയെ മലയാള പടങ്ങളും. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ജാഫർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഇത് മാത്രമല്ല, ഞാനൊരു ടീച്ചറും കൂടെയാണ്. ഞങ്ങൾക്ക് ഫ്രീ ടൈം എന്ന് പറയുന്നത് സിനിമകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഞങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഫെസ്റ്റിവൽ വീക്കെൻഡ്സ് ഞങ്ങൾക്ക് സിനിമകൾ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒത്തിരി കുടുംബങ്ങൾ, കുട്ടികൾക്ക് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും അധികം പടങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ രാജൻ ചേട്ടനെ പോലുള്ളവരാണ് നാട്ടിൽ നിന്ന് ഇവിടെ ഈ സിനിമകളൊക്കെ എത്തിക്കുന്നത്. അപ്പം ഇനിയും നിറയെ പടങ്ങൾ രാജേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക. അപ്പോ നമ്മളിപ്പോ ഈ ഒരു പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കും. ഒരു വാക്ക് പറയാൻ ഇഷ്ടംപോലെ ഇത് കാണുന്നവരോടൊക്കെ കേൾക്കുന്നവരോടും കാണുന്നവരോടും. അപ്പം ഞങ്ങളുടെ പടം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പടമെന്നും പറഞ്ഞ ആൾക്കാർ കാണാനായിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ അയ്യോ ഇതൊരു ഭയങ്കര, ഞങ്ങൾ അന്നേരം പറഞ്ഞില്ലേ, ഇന്ദ്രൻസേട്ടൻ ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച ഒരു വലിയ നടനാണ്. അത് ഇപ്പോഴും ഏത് പടത്തിന് വിളിച്ചാലും നമ്മളോട്ട് സഹകരിക്കും, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഞാനും ഇന്ദ്രൻസേട്ടനും പിന്നെ അതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ പടത്തിനകത്ത് ഈ നമ്മൾ ഭയങ്കരം എന്നൊക്കെ പറഞ്ഞല്ല, നമ്മളൊരു ഹോട്ടലിൽ കയറി ചോറിനം കയറില്ലേ, ഉണ്ട് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ വായി ചോദിച്ചൊരു ആഹാരം കഴിച്ചോ, വായിക്ക് ചൊവയുള്ള നല്ലൊരു ആഹാരം കഴിച്ചു തൃപ്തിയാവുന്ന പോലെ നമ്മുടെ ഈ പടം കണ്ടു കഴിഞ്ഞാൽ കുടുംബസമേതം ഇരുന്ന് കാണാം. അനർത്ഥ വാക്കുകൾ,
ചുമ്മാ ഇതൊന്നുമില്ല, നല്ല അസലായിട്ട് ഫാമിലി നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ് കുട്ടൻ്റെ ഷിനിഗാമി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് കണ്ട് ഞങ്ങളെ സഹായിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വക ഓണാശംസയും നബിദിനാശംസയും പറഞ്ഞ് ഇന്ന് ഞാൻ അങ്ങ് നിർത്തുക. ഇനി ബാക്കിയുള്ളവർക്ക് പറയണം. തിരിച്ച് ഞാനും പറയുന്നത്, ഈ കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറഞ്ഞ പടം ആദ്യത്തെ ഷോ നിങ്ങൾ കാണണ്ട, ഇത് വിവരം അറിഞ്ഞിട്ട് അടുത്ത ഷോ കണ്ടാൽ മതി. അത് ആ ഉറപ്പും തരുന്നത്, അത്രയ്ക്കും ഉറപ്പാണത്. എന്തായാലും ആരിനെയും ബോറടിപ്പിക്കൂല, എന്തായാലും ചിന്തിക്കാനും കരയിപ്പിക്കാനും ചിരിക്കാനും എല്ലാം ഉണ്ട് ഇതിനകത്ത്. അത് പലവരും കണ്ട് വിധി എഴുതിയതാണ്. അതിൻ്റെ പേരിൽ ഇത്തിരി ഉറപ്പായിട്ട് പറഞ്ഞ് എൻ്റെ പടം അല്ലേ ഞങ്ങളുടെ പടം എന്നുള്ള ഒരു ഇതിലല്ല. അല്ലാണ്ട് ഇത് അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഓണത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് മറ്റുള്ള വലിയ പടങ്ങളുണ്ട്, അതിൻ്റെ ഒപ്പം നിൽക്കാനുള്ളതൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരാഴ്ച അങ്ങോട്ട് മുന്നോട്ട് മാറ്റിവെച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഫസ്റ്റ് വീക്കിൽ തന്നെ, ഫസ്റ്റ് ദിവസം തന്നെ, ഫസ്റ്റ് ഷോ കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ അഭിപ്രായങ്ങൾ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം, കണ്ടവരിൽ നിന്നുള്ള അഭിപ്രായം, അല്ലാതെ ജാഫർക്ക പറഞ്ഞ പോലെ കാണാത്തവരിൽ നിന്നുള്ള അഭിപ്രായമല്ല, കണ്ടവരിൽ നിന്നുള്ള അഭിപ്രായം കണ്ടിട്ട് കേട്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും തോക്ക് വെടി വാള് ഇതൊന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ആ പാടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാനും എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട്. അത് ജനത്തിനോട് നമുക്ക് പറയാം, അത് ധൈര്യമായിട്ട് പറയാം. അത് ഇനിയിപ്പോ ഇതിനെക്കാട്ടി കൂടുതൽ രാജൻചേട്ടൻ കണ്ടതാണ് പടം. അപ്പൊ അതിന്റെ പേര് രാജൻചേട്ടനും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ അല്ല, ഇങ്ങനെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ ഞാൻ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളെ. ഈ പടത്തിൽ പുള്ളി ഒരു വേഷം ചെയ്യേണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ പടത്തിലും വിളിക്കാറുണ്ട്, പറ്റുന്നതിൽ വന്ന് ചെയ്യാറുണ്ട്. മണിച്ചേട്ടൻ്റെ ലാസ്റ്റ് പടം മൂന്നാം നാൾ, അതിനകത്ത് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മണി അഭിനയിക്കുന്ന ഇദ്ദേഹത്തിന്റെ പടത്തിൽ അറിയാം, അല്ല ഇദ്ദേഹത്തിന്റെ മൂന്നാം നാൾ. മണിച്ചേട്ടനെ കുറിച്ച് പറയാത്തൊരു ഇന്റർവ്യൂ ശരിക്കും ജാഫ്രിക്ക് കിട്ടി. ഇല്ലാതെ എപ്പോഴെങ്കിലും കയറി വരുള്ളൂ. ഞാനത് ആലോചിച്ചു ചോദിക്കണം, പിന്നെ ചോദിച്ചില്ലാലും വരും. ഞാൻ എന്നിട്ട് ഞാൻ ഇന്ന് വന്നപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാ മണിച്ചേട്ടനെ കുറിച്ച് ഒന്ന് ചോദിക്കാന്ന്. അപ്പൊ പിന്നെ ഞാൻ ഓർത്ത് കുട്ടന്റെ ഷിനിഗാമിയുടെ പ്രൊമോഷനും ഭാഗമായിട്ടല്ലേ, അപ്പൊ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിക്കേണ്ട വന്നില്ല. നമ്മുടെ ജാഫറിക്ക മണിച്ചേട്ടനെ കുറിച്ച് പറയാതെ ഫിനിഷ് ചെയ്തില്ല അല്ലേ? മറുപടി കേട്ടോ, അത് ഞങ്ങളുടെ കുട്ടൻ തന്നെ, അത് ഞങ്ങളുടെ കുട്ടൻ തന്നെ. അത് കൂടെ ഇരുന്ന് ലാസ്റ്റ് സമയത്ത് സ്ഥാനത്തെ പടം ഒറ്റ വാക്ക് എന്റെ ചവിട്ട് കൊണ്ടിട്ടാ മരിച്ചു നടക്കും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ പറയാൻ പറഞ്ഞ ആൾക്കാര് പറഞ്ഞു. ലാസ്റ്റ് ഇങ്ങനെ ഇടി ഉണ്ടാക്കണ്ടേ നിങ്ങളുടെ വില്ലൻ. അപ്പൊ പുള്ളി കുറെ ചവിട്ടി കൂട്ടുണ്ട് പുള്ളിനെ. അപ്പം അജുമ്മ ചോദിക്കണേ, ആ പുള്ളിയുടെ അന്നത്തെ ചവിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെയൊക്കെ എന്താ പറയും. ഒന്നല്ല, നമ്മൾ ഇതായിട്ട് പറയുകയാണ്. ഇപ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പം അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല, ജീവിച്ചു തന്നെ ഇരിക്കുക. ഈ പറയുന്നവരപ്പോൾ കേൾക്കുന്നുണ്ടായോ, ഈ ഉരുൾപൊട്ടിയില്ലേ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ സഹായിക്കണ്ട, ഒരു മനുഷ്യനെ സഹായിക്കണ്ട. അപ്പോൾ ഓർക്കും ഈ 10,000-2,000 കോടി രൂപയൊക്കെ അത് ഉണ്ടാക്കാനും പുള്ളി ഒയ്യോ അതായത് അവിടെ എടുത്തോണ്ട് കിടന്നേ. അതായിരുന്നു കണ്ടെത്തി, ആരെങ്കിലും കണ്ടെത്തിയിട്ട് ആർക്കും വേണ്ടാത്തവരെ കണ്ടെത്തി ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സംഭവമായിരുന്നു കലാഭവൻ. അതൊരു വലിയ, നമ്മൾ ശരിക്കും നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ജാഫർക്ക് ആ പറഞ്ഞ വാക്കുകൾ ശരിക്കും മനസ്സിൽ കൊണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളപ്പം ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ 3 പേരും കൂടെ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും വന്നതിൽ അഗെയിൻ UBLന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും എനിക്ക് അങ്ങനെ ഒരു അവസരം പുള്ളിയോടൊപ്പം അഭിനയിക്കാൻ അഷ്റഫ് തന്നിട്ടുണ്ടായിരുന്നു. 3-ാം നാളിൽ ഞാനും അഭിനയിച്ചിരുന്നു മണിയുടെ കൂടെ. അതൊരു ഇതാണ്. ഞാൻ മണി ആദ്യം കാണുന്നത് ഞാൻ ബുറൈമിൽ വെച്ചിട്ടാണ്. പുള്ളി ഫസ്റ്റ് സ്റ്റേജ് ഷോ, സിനിമയിൽ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റേജ് ഷോയ്ക്ക് സിദ്ദിഖയുടെ കൂടെയും അന്ന് ബീന ആൻ്റണി സിദ്ദിഖൊക്കെ വന്നപ്പോൾ അന്നൊരു ഷോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് കണ്ട് പുള്ളി ഈ സ്റ്റേജിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ കള്ള് കുടിച്ചിട്ട് വരുന്നൊരു ആളായിട്ട് ഒരു സംഭവം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ഇത് കണ്ടിട്ട് ഞാൻ പുള്ളിയെടുത്ത് പോയിട്ട് പറഞ്ഞു, അന്ന് പുള്ളി ആർക്കും അറിയില്ലല്ലോ സ്റ്റാർട്ടിങ്, ഞാൻ നിങ്ങൾ വലിയൊരു കലാകാരനാവുമെന്ന് പറഞ്ഞു പുള്ളിയെടുത്ത്. അത് 3-ാം നാൾ ഷൂട്ട് സമയത്ത് ഞാൻ പുള്ളിയുടെ ഇത് പറയുകയുണ്ടായി. പുള്ളി പറഞ്ഞു കുറേ വർഷമായില്ലേ എന്ന് വെച്ചിട്ടുണ്ട്. അതെ അതെ, ആ പറഞ്ഞ കാര്യം അങ്ങ് നടന്നു, വലിയൊരു നടനായി തീർന്നിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടി. മണിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ മൊത്തം പാടാൻ പറ്റിയല്ലോ. അപ്പം നമ്മുടെ ഈ പടത്തിന്റെ ഡയറക്ടർ തന്നെ റഷീദ് പാറയ്ക്കല്. അപ്പൊ പുള്ളിയുടെ നമ്മൾ മിന്നാമിനിങ്ങി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അത് ഇച്ചിരി സാഡായിട്ട് ഇങ്ങനെ നമുക്ക് ദുഃഖം തോന്നുന്ന പാട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു 4 ലൈൻ ആ പാട്ടല്ല. ഈ റഷീദ് പാറയ്ക്കൽ എന്ന് പറയുന്ന ഡയറക്ടർ ഇത് ഒരു പാരഡി എഴുത്തുകാരനൊക്കെയാണ്. ഒത്തിരി പാരഡി എഴുതുന്നുണ്ട് പുള്ളി.
പുള്ളി എഴുതിയ ഒരു 2 ലൈനകത്ത് തപ്പി കിട്ടുവാണെങ്കിൽ ഞാൻ അത് പാടിക്കഴിഞ്ഞാൽ കാണാപ്പാടം അറിയാം, എന്നാലും തെറ്റിപ്പോയാലും കുഴപ്പമില്ല അല്ലേ? നമ്മുടെ പ്രേക്ഷകരല്ലേ. അപ്പോൾ കണ്ടിട്ട് മതി. ഇല്ലെന്നേ, അത് ഇവിടെ സമയമില്ല, ലൈവായോണ്ടേ നമ്മളത് നോക്കണ്ടേ. മണിച്ചേട്ടന്റെ പാട്ടല്ലേ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലത്തെ ഒരു പാട്ടാണെന്നാ പറഞ്ഞത്. പിന്നെ ഇവരുടെയൊക്കെ പാട്ട് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ, നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഫാൻസ് അല്ലേ, അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. കിട്ടി അപ്പൊ സമയത്തിന് കിട്ടിയില്ല. അപ്പൊ നമ്മളുടെ ഈ ഓണവില്ല പരിപാടിയിൽ നിങ്ങൾ വന്നതിൽ ഒത്തിരി നന്ദി. അപ്പൊ നമ്മൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. ഇവര് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരുന്നുണ്ട്. ഒരു പാട്ടല്ല കേട്ടോ, ഒരു പാട്ടെന്ന് പറഞ്ഞ ഇതുകൊണ്ട് 7 പേജാ പാടിക്കും. നിങ്ങൾ പാടി തീരുമ്പോൾ നമ്മുടെ ഈ പരിപാടി വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ സിമി, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് അങ്ങനെയൊക്കെ പോണേ. മിന്നുങ്ങെ അങ്ങനെ തുടങ്ങും അല്ലേ നമ്മൾ. മണി പാടും പാട്ട് ഒരു നാടൻ, ഇച്ചിരി പിച്ച് കുറച്ച് പാടാം എനിക്ക് അല്ലെങ്കിൽ വായിപ്പിക്കാം. മണി പാടും പാട്ട് ഒരു നാടൻ പാട്ട്, ഇനിയെന്നും ഓർമ്മയായി. നീ വഴിക്കൊന്നും ഈ വഴിക്കൊന്നും നീ വരില്ലെന്നും ഓർക്കുവാൻ ഞങ്ങൾ ബാക്കിയായി. മണി പാടും പാട്ട് ഒരു നാടൻ പാട്ട്, ഇനിയെന്നും ഓർമ്മയായി. ഈ വഴിക്കൊന്നും നീ വരില്ലെന്നും ഓർക്കുവാൻ ഞങ്ങൾ ബാക്കിയായി. ചാലക്കുടിക്കാരൻ പോയി മറഞ്ഞു, ഈ നാടിൻ്റെ പുഞ്ചിരി വീണുടഞ്ഞു. ഒരുപാട് വേദികൾ കയ്യിലെടുത്തോര, ഒരുപാട് വേദികൾ കയ്യിലെടുത്തോര, ചിരിയുടെ താളവും പോയി മറഞ്ഞു. പാടുപരി വേഷമാണ് മോനെ. വേണ്ടേ, ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് പിന്നെ എനിക്ക് തൊണ്ട കിടന്ന് കിടുകിടുത്തു. തിരുവോണത്തിനും നമ്മള് മണിച്ചേട്ടനും കൂടെ ഓർക്കാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു തിരുവോണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. കുട്ടന്റെ ശിനിഗാമി എല്ലാവരും പോയി കാണണം. തീർച്ചയായിട്ടും ഇവരെ പോലുള്ള കലാകാരന്മാരെ നമ്മളെ നിരാശപ്പെടുത്തത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും സിനിമ പോയി കാണണം എന്ന് പറയുകയാണ്. സോ ഹാപ്പി ഓണം എവരിവൺ. ഹാപ്പി ഓണം.